ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ വെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും അതുപോലെ പേഴ്സണൽ ഗ്രോത്തിലായാലും ലോ ഓഫ് അട്രാക്ഷൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആക്ടിവിറ്റി കൂടെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഗ്രോത്തിൻ്റെ 2 ഇരട്ടി ഗ്രോത്ത് കൂടും. തംലൈനി കണ്ടതുപോലെ തന്നെ നമ്മുടെ ഓറ ക്ലെൻസിങ്ങിലൂടെ നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. തേജോ വലയം എന്ന് പറയാം. അതായത് ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അദൃശ്യമായ ഊർജ വലയം അല്ലെങ്കിൽ പ്രഭാവമാണ് ഈ ഒരു ഓറ എന്ന് പറയുന്നത്. ഈ ഓറ എത്രമാത്രം ക്ലെൻസ്ഡ് ആണോ, ശുദ്ധമാണോ, ആക്ടിവേറ്റഡ് ആണോ, അതിനനുസരിച്ച് നിങ്ങളുടെ വിജയത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഓറയെ നമുക്ക് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലെൻസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ മുഴുവനും കാണുക. ഞാൻ ഇതിൽ പലതരം വഴികൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ വളരെ വേഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേ മനസ്സിലാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:30 വരെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വാട്ടർ ടെക്നിക്, മണി അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഇവയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ട്രൈബ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വൈബ് മാറും. നിങ്ങളുടെ വൈബ് മാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നോളും. ഇപ്പം തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ ട്രൈബ് മാറാനായിട്ട് തയ്യാറായിക്കോളും. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് അത്രമാത്രം നമ്മുടെ ഫാമിലിയെ വളർത്താൻ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. താങ്ക് യു സോ മച്ച്. ഓറ ക്ലെൻസിങ്ങിൽ വളരെ എളുപ്പമുള്ളതും എന്നാൽ നമ്മൾ എന്നും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് കുളിക്കുക എന്നത്. അപ്പോൾ ഈ കുളിക്കുമ്പോൾ പ്രത്യേകത, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജലം എത്തുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ലെൻസിങ് സംഭവിക്കും. ബട്ട് ഈ കുളിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന ബക്കറ്റിൽ 1 ടീസ്പൂൺ ഇന്ദുപ്പ്, അതായത് ഹിമാലയൻ സാൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി കലക്കി കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓറ ക്ലെൻസിങ് സംഭവിക്കും. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ ഓറ ക്ലെൻസിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ അഗർബത്തി അല്ലെങ്കിൽ ശാമ്പ്രാണിത്തിരി ഉണ്ടാവും. ആ ശാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ അഗർബത്തി എടുക്കുക, അഗർബത്തി അല്ലെങ്കിൽ ശാമ്പ്രാണിത്തിരി കത്തിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്ന മുന്നേ ആയിട്ട് നിങ്ങളുടെ ശരീരം മുഴുവനും ഈ അഗർബത്തി വെച്ച് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ പോകുന്ന മുന്നേയും ഇതുപോലെ 3 പ്രാവശ്യം ശരീരം മുഴുവനും റൊട്ടേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം മറക്കരുത്, നിങ്ങളുടെ ശരീരം ക്ലെൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ ഓരോ റൂമിലും ഇതുപോലെ അഗർബത്തി വെച്ചോ അല്ലെങ്കിൽ കുന്തിരിക്കം വെച്ചോ പുകയ്ക്കുകയാണെങ്കിൽ വീടിനുള്ളിലുള്ള നെഗറ്റിവിറ്റിയും മറ്റു കാര്യങ്ങളും മാറ്റാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഓറ ക്ലെൻസിങ്ങിനായിട്ട് യൂസ് ചെയ്യാം ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ യൂസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഏത് ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്, ആ ക്രിസ്റ്റൽ കൃത്യമായിട്ടും ഹീൽ ചെയ്തിട്ടുള്ള ക്രിസ്റ്റലാണോ ഉറപ്പുവരുത്തുക, എന്നിട്ടത് ഉപയോഗിക്കുക. ഹീൽ ചെയ്ത ക്രിസ്റ്റൽസിന് ശക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മികച്ച ആരാണോ അവരെ കണ്ടെത്തി ഹീൽഡായിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു വഴിയെന്ന് പറയുന്നത്, ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം ചെയ്യുക എന്നത് നിങ്ങളുടെ ഓറ ക്ലെൻസിനെ ധാരാളമായി സഹായിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായ തോട്ട്സ് ഉണ്ടാവും. പോസിറ്റീവായ തോട്ട്സിലൂടെ നമുക്ക് പോസിറ്റീവായുള്ള എനർജി വൈബ്രേഷനൊക്കെ പുറത്തേക്ക് നന്നായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥിരമായോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കോ പാർക്കിൽ, ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ കൂടുതൽ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ പോവുക. എന്നിട്ട് ടൈം കിട്ടണം എങ്കിൽ എന്ത് ചെയ്യണം? മരത്തിനെ ഹഗ് ചെയ്യണം, മരത്തിനെ കെട്ടിപ്പിടിക്കണം. എന്നിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മരത്തിനെ ഹഗ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാഡായിട്ടുള്ള എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട്, അതുപോലെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് പ്രകൃതി തന്നെ നമ്മളെ സഹായിക്കും. ഈ ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്യുക. ഈ പറഞ്ഞ വേയിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇനി ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട്, കുറച്ച് ഡെപ്തിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് സംഭവിക്കും. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പേഴ്സണൽ ഗ്രോത്തിലായിക്കോട്ടെ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. പൂർണ്ണമായി വിശ്വസിക്കുക. എന്നിട്ട് വീഡിയോയിലെ കമൻറ്റിൽ നിങ്ങളുടെ അപ്ഡേറ്റ്, റിസൾട്ട് ഉറപ്പായും പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ 5 ടെക്നിക്കിൽ ഏത് ടെക്നിക്കാണ് ഇന്നു മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. സോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഏത് വഴിയാണ് യൂസ് ചെയ്യണം നമുക്കറിയാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.